ഞാൻ രമ്യ ഹരിശങ്കർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഇന്ന് ഞാൻ വീണ്ടും വേറൊരു സ്മൂത്തി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് നോമ്പ് തുറയ്ക്ക് അല്ല ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഉള്ള സ്മൂത്തി, അല്ലെങ്കിൽ ഒരു 11 മണിക്ക് കഴിക്കാൻ പറ്റുന്ന മാതിരി, അല്ലെങ്കിൽ ഈവനിങ് ഒരു 4 മണിക്കൊക്കെ കഴിക്കുന്ന മാതിരിയുള്ളൊരു സ്മൂത്തിയാണത്. ഭയങ്കര റിച്ചാണ്. ഫുൾ ഡ്രൈ ഫ്രൂട്ട്സാണ് ഏറ്റവും കൂടുതൽ ഇട്ടിരിക്കുന്നത്. ഞാനിതിൽ ഫ്രഷ് ഫ്രൂട്ട്സ് കുറവാണ്. ഞാനിപ്പോൾ ആദ്യം ആഡ് ചെയ്യാൻ പോകുന്നത് പ്ലംസ് ആണ്. കഴുകി വൃത്തിയാക്കി കുരു കളഞ്ഞ് ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ പ്ലംസ് ഏകദേശം ഒരു 2 പ്ലംസ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ പ്ലംസ് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുക മിക്സിയുടെ ജാറിലോട്ട്. ഇനി നമുക്ക് വേണ്ടത് ആപ്പിൾസ്. ഞാനൊരു ആപ്പിളാണ് എടുത്തിരിക്കുന്നത്, ഒരു മീഡിയം സൈസ് സാധാരണ ആപ്പിൾ. അപ്പം അത് ചെറിയ പീസസ് ആക്കി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ആഡ് ചെയ്ത് കൊടുക്കുക. അത് മിക്സിയുടെ ജാറിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ആപ്രിക്കോട്ടാണ്. ഇത് ഡ്രൈഡ് ആപ്രിക്കോട്ടാണ്. ഒരു 7-8 എണ്ണം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആപ്രിക്കോട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഭയങ്കര റിച്ച് ഫുഡാണ്. ഈ സ്മൂത്തി ഭയങ്കര റിച്ചാണ്. ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഫ്രൂട്ട്സ് അല്ല ഇതിൽ ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ക്യാരറ്റാണ്. ഒരു 3 ചെറിയ ക്യാരറ്റ് ഞാൻ കഴുകി തൊലി കളഞ്ഞ് എടുത്തത് ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ 3 എണ്ണം ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ആഡ് ചെയ്യാനുള്ളത് വാൾനട്ട്സ്. അത് ഏകദേശം ഒരു പിടി ഞാൻ എടുത്തിട്ടുണ്ട്. അതും ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ എല്ലാം വേണമെന്നൊന്നുമില്ല കേട്ടോ. സ്മൂത്തി ഉണ്ടാക്കാൻ ഏതാണോ കയ്യിലുള്ളത്, ചിലപ്പോൾ ബദാം മാത്രമേ കയ്യിലുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ കാഷ്യൂ മാത്രമേ കയ്യിലുണ്ടാവുള്ളൂ. അപ്പോൾ ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഡേറ്റ്സ് ആഡ് ചെയ്യാം. അപ്പോൾ എന്താണുള്ളത് അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ വെച്ച് ഞാൻ ഉണ്ടാക്കിയ ഒരു സ്മൂത്തിയാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് ആഡ് ചെയ്തത് ബദാം ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഇപ്പോൾ ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ഫിഗ്സാണ്. ഡ്രൈഡ് ഫിഗാണ്. അപ്പോൾ അതും ഇതെല്ലാം ഞാൻ ഓരോ പിടി എടുത്തിട്ടുണ്ട്. പിസ്ത ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് കിവിയാണ്. കിവി ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് കുറച്ച് കാഷ്യൂ നട്ട് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്ലാക്സ് സീഡ്, ചിയ സീഡും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് തൈരും പാലും ഒഴിച്ചിട്ടാണ് നമ്മളിത് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇതാണ് കിവി. കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ്. ഇത് നമ്മൾ സ്പൂൺ കൊണ്ട് സ്കൂപ്പ് ചെയ്തെടുത്ത് മിക്സിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ നമുക്ക് ഈസിയായി സ്കൂപ്പ് ചെയ്യാൻ പറ്റും ഇത്. അപ്പോൾ ഒരു സ്പൂൺ കൊണ്ട് സ്കൂപ്പ് ചെയ്തെടുക്കുക. കണ്ടില്ലേ, നല്ല ഈസി ആയിട്ട് വരും. ബാക്കിയെല്ലാം ഞാൻ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇതിപ്പോൾ കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഞാൻ ഷൂട്ട് ചെയ്താണ് കിവി എങ്ങനെയാണ് സ്കൂപ്പ് ചെയ്യേണ്ടതെന്ന്. അപ്പം കിവി ആഡ് ചെയ്ത് കൊടുത്തു. ഇത് ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഹെൽത്തിയാണ്. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് കാഷ്യൂ നട്ടാണ്. ഇതേമാതിരി ഒരു പിടി കാഷ്യൂ നട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ചിയ സീഡ്. ഇത് ഏകദേശം ഒരു 2 ടീസ്പൂൺ ചിയ സീഡ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇതൊന്നും നിർബന്ധമില്ല. എന്താണോ കയ്യിലുള്ളത് അത് മാത്രം ആഡ് ചെയ്യുക. എല്ലാം ആഡ് ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. പീനട്ട്സ് ഉണ്ടെങ്കിൽ പീനട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് നമ്മുടെ നിലക്കടല ഉണ്ടെങ്കിൽ നിലക്കടല ആഡ് ചെയ്യാം. ഇനി ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു 2-2.5 ടീസ്പൂൺ ഫ്ലാക്സ് സീഡ്. അപ്പോൾ അതും ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ ഒരുപാട് ഐറ്റംസ് ആയില്ലേ. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് തൈര്. ഏകദേശം ഒരു 8 ടീസ്പൂൺ തൈര്. ഞാൻ പറഞ്ഞിട്ടില്ലേ, എപ്പോഴും സ്മൂത്തിയിൽ തൈര് വേണം. അപ്പോൾ ഏകദേശം ഒരു 8 ടീസ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് ഏകദേശം ഒരു 1/4 കപ്പ് തൈര് ആഡ് ചെയ്ത് കൊടുക്കുക. തൈര് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പാൽ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഒന്നല്ലെങ്കിൽ തിളപ്പിച്ചാറിയ പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ മിൽമയുടെ പാസ്ചറൈസ്ഡ് മിൽക്കാണ്. അത് ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ പാസ്ചറൈസ്ഡ് മിൽക്കാണ് ഞാൻ ഇപ്പോൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ തൈര് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലോട്ട് പാൽ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ച് തിക്ക് സ്മൂത്തിയാണ്. ഭയങ്കര തിക്കായിട്ടായിരിക്കും. നമുക്ക് സ്കൂപ്പ് ചെയ്ത് ഐസ്ക്രീം കഴിക്കുന്ന പോലെ കഴിക്കാൻ പറ്റുന്ന ആ പാകത്തിലായിരിക്കും. അപ്പോൾ കുറച്ചുകൂടെ തിന്നായിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പാലൊഴിച്ച് എന്നെ ലൂസാക്കുക. അപ്പോൾ ഞാൻ കുറച്ച് തിക്ക് സ്മൂത്തി ആയിട്ടാണ് എടുക്കുന്നത്. അപ്പം പാലൊഴിച്ച് കൊടുത്തു.
ഇനി നമുക്ക് ഇത് അടപ്പുകൊണ്ട് അടച്ചിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം. അത്രയേ ഉള്ളൂ, നമ്മുടെ സ്മൂത്തി റെഡിയാവും. വളരെ ഈസിയാണ്. കുറച്ച് ഐറ്റംസ് കുറച്ച് കൂടുതലുണ്ടെന്നേ ഉള്ളൂ, പക്ഷെ ഭയങ്കര ഹെൽത്തിയാണ്. ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സും ആപ്രിക്കോട്ട്, ഫിഗ്, ബദാം, കാഷ്യൂ, പിസ്ത, വാൾനട്ട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യാത്ത ഫ്രൂട്ട്സാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. കിവി, ക്യാരറ്റ്, ഈവൻ ബീട്രൂട്ട് ഉണ്ടെങ്കിൽ ബീട്രൂട്ട് ആഡ് ചെയ്ത് കൊടുക്കാം, ആപ്പിള്. അപ്പോൾ നന്നായി ബ്ലെൻഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാൻ എന്താ ഒരു സ്മൂത്തി ജാറിലോട്ടാക്കി കൊടുത്തു. ഗ്ലാസ്സിലോട്ടോ എന്തെങ്കിലും ഒന്ന് സെർവ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്മൂത്തി റെഡിയായി. തൈര് വേണ്ടാന്നുണ്ടെങ്കിൽ തൈര് വേണ്ട, പാല് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല തിക്കാണ്, കാണുമ്പോൾ അറിയാം. ഇനിയും അത് ഇരിക്കുമ്പോൾ തന്നെ ഇനിയും തിക്കായി വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ സ്മൂത്തി എന്തായാലും റെഡിയായി. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.